ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC ബഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ഇനി 39 ഡേയ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഡെയിലി PYQs ചെയ്താൽ അതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു. അതിൽ ഒരു 40 ഡേയ്സിന്റെ വീക്ക്ലി ടൈം ടേബിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 40 ഡേയ്സിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ടൈം ടേബിൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഞാൻ പറയാനുള്ള കുറച്ചധികം എക്സാംസ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി PYQs ചെയ്യുമ്പോൾ എന്താണ് ആ ദിവസം തന്നെ കുറച്ചധികം കറണ്ട് അഫയേഴ്സും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് നടന്നു പോകും. വീക്ക്ലി റിവിഷൻ എന്നുള്ള രീതിയിലേക്ക് PYQs മാറ്റി വെച്ചാൽ നമുക്ക് സമയം കിട്ടില്ല. മാക്സിമം PYQsനെ ഉപയോഗപ്പെടുത്തുക. അതിനോട് ഓരോ ചോദ്യം കാണുമ്പോഴും അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തുടർന്നും ഇത് ചെയ്യുന്നതായിരിക്കും. മാക്സിമം എല്ലാ ദിവസവും ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താണ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയയും കൂടെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് സിലബസിലെ മെജോറിറ്റി പോർഷൻസും കവർ ചെയ്യാൻ സാധിക്കും കേട്ടോ. മിക്കവരും ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നേരത്തെ തുടങ്ങിയവർക്ക് പ്രശ്നമില്ല. ഇനി പൊട്ടും ചെയ്യാൻ പറ്റാത്തവർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? നമുക്കറിയാം, സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണത്. ഇതിൽ AV കുട്ടിമാളും അമ്മയും അക്കാമ ചെറിയാനും അനി മസ്ക്രീനും ഒക്കെ കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഓരോ മേഖലകളിൽ നേതൃത്വം വഹിച്ചവരാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, B ആണ്. അങ്ങനെയാണെങ്കിൽ AV കുട്ടിമാളും അമ്മ എവിടെയാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത്? മലബാർ ആണ്. അതുപോലെ അക്കാമ ചെറിയാനും അനി മസ്ക്രീനും എവിടെയാണ്? തിരുവിതാംകൂറാണ് അല്ലേ. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തില് പ്രസംഗം നടത്തിയ ഒരു വനിതയാണ് ആനി മസ്ക്രി. എന്താ പ്രസംഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ആനി മസ്ക്രീനാണ്. എവിടെ വെച്ചിട്ടാണ്? വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തില്. ഓക്കെ, അതൊന്നും മനസ്സിലാക്കുക. ഒപ്പം രണ്ടാമത്തെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. 1931 വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തില്, ഇത് വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം ചേരുകയുണ്ടായി. ഇതാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നൊരു എക്സ്ട്രാ ഫാക്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ AV കുട്ടിമാളു അമ്മ കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രശാല പിക്കറ്റിങ്ങിന്റെ ഭാഗം കൂടിയായിരുന്നു AV കുട്ടിമാളു അമ്മ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഇതിനോട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ദേശീയ പ്രസ്ഥാനത്തില് സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം, വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, പത്രപ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണിത്. അപ്പോൾ ഇനിയും വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കേട്ടോ ഈ പത്രപ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് പത്രം എന്നുള്ള വിഭാഗത്തിലാണ് വരുന്നത്. പക്ഷെ രണ്ട് ഇതുണ്ട്. ഒന്ന് ഉറുദു പത്രമായിട്ടുള്ള വന്ദേ മാതരം ഉണ്ട്, അത് ലാലാ ലജ്പത് റായിയുടെയാണ്. ഓക്കെ, ഉറുദു പത്രം ലാലാ ലജ്പത് റായിയുടെയാണ്. എന്നാൽ ഇംഗ്ലീഷിലുള്ള വന്ദേ മാതരം ഉണ്ട്, അത് ബിപിൻ ചന്ദ്രപാലിന്റെയാണ്. ഓക്കെ, ഇംഗ്ലീഷിലുള്ളത് ബിപിൻ ചന്ദ്രപാലിന്റെ ആണെന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് എന്താണെന്നറിയോ? പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, അത് നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ OAക്ക് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവന്ന വൈസ്രോയ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പത്രപ്രവർത്തനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പ്രാദേശിക ഭാഷാ പത്ര നിയമത്തിന്റെ ആ ഒരു ഇത് നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? ലിട്ടൺ ആണ് കേട്ടോ. ഓക്കെ, ലിട്ടൺ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അമേരിക്കൻ റവല്യൂഷനിൽ കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ സംഭവ വികാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സംഭവ വികാസങ്ങളുടെ വർഷം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് 1773 ബോസ്റ്റൺ ടീ പാർട്ടി, അതുപോലെ 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 76 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഓക്കെ, അതുപോലെ 1783 പാരീസ് ഉടമ്പടി, അമേരിക്ക ഇംഗ്ലണ്ട് ആയിട്ട്
ബന്ധപ്പെട്ട് നടന്ന ഒരു ഉടമ്പടി. അതുപോലെ 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ഇത്രയും വർഷങ്ങൾ മെയിൻലി നമ്മൾ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഓക്കെ. മാത്രമല്ല ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 74-75 പ്രത്യേകത നിങ്ങൾക്കറിയാമായിരിക്കും. 1774 1775 ഈ പറയുന്ന സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. പ്രത്യേകത എന്താണ്? 74 ആദ്യത്തേതിൽ ജോർജിയ എന്ന് പറയുന്ന കോളനി പങ്കെടുത്തിരുന്നില്ല. പക്ഷേ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അതിന്റെ ഓരോ ഉള്ളിൽ പറയുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇത് കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ അമേരിക്കൻ റവല്യൂഷൻ നോക്കുക. അപ്പോൾ ഇതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, നമ്മൾ ഓൾറെഡി അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ചു പോകും. പഠിച്ചിട്ടില്ല എങ്കിൽ ഇതുവരെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുക. നമ്മൾ ഓരോ ചോദ്യം കാണുമ്പോഴും ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മെജോറിറ്റി പോർഷൻസ് കവർ ചെയ്യാനും പറ്റും, നല്ല രീതിയിൽ പഠിച്ചു തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ടീ ആക്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഷുഗർ ആക്ട്, അതുപോലെ സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട്, ഈ ആക്ടിൻ്റെയൊക്കെ വർഷം അറിയില്ലെങ്കിൽ കൂടിയും ഈ ആക്റ്റും ഒക്കെ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. 10th ലെവലിന് കൂടുതലും വർഷം അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. പഠിക്കാൻ പറ്റുന്നവർ നോക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വർഷം നോക്കുന്നത് നല്ലതാണ്. അല്ലാത്ത പക്ഷം ടീ ആക്ട്, ഞാൻ ഒന്നും കൂടെ പറയാം, ടീ ആക്ട്, ഷുഗർ ആക്ട്, അതുപോലെ സ്റ്റാമ്പ് ആക്ട്, ടൗൺഷെൻഡ് ആക്ട്, ഇതൊക്കെ റിലേറ്റഡ് ടു അമേരിക്കൻ റവല്യൂഷനാണ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് ജോൺ ലോക്കാണ്. ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇത്രയും ഓർത്താൽ മതി, മനുഷ്യനെ എവിടെയും ലോക്ക് ചെയ്തിടാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഓർത്താൽ മതി. മനുഷ്യനെ എവിടെയും ലോക്ക് ചെയ്തിടാൻ പറ്റില്ല. എന്താണ്, അവന് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മാറിപ്പോകില്ല. ഓക്കെ. അതുപോലെ തന്നെ തോമസ് പെയിൻ പറഞ്ഞ വാക്ക് എന്താണ്? തോമസ് പെയിൻ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതൊക്കെ ആക്ച്വലി ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്ന പോയിന്റ്സ് ആട്ടോ. അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. അപ്പോൾ തോമസ് പെയിന്റെ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് കോമൺ സെൻസിലൂടെ പറഞ്ഞു. മറ്റേത് അദ്ദേഹം എന്താണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഫേമസ് ആയിട്ട് എപ്പോഴും കേൾക്കുന്ന എന്താണ്, ജെയിംസ് ഓട്ടിസ് ജൂനിയറിന്റെ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത്രയാണ് മെയിൻലി അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ. പിന്നെയും ഉണ്ട്, പക്ഷെ 10th ലെവലിലൊക്കെ ഇത്രയും മതിയാകും. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, സൻയാത് സെന്നിന്റെ തത്വങ്ങൾ ഏവ? ഇത് ഡയറക്റ്റ് ടെക്സ്റ്റിൽ പറയുന്നതാണ്. ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യ പേപ്പറിൽ 2 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻസിലെ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ ഒരു മേഖല വായിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നും. പക്ഷേ അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ ഈ പറയുന്ന എന്താ പറയുക, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്നുള്ളതൊന്ന് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഏതാണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കറുപ്പ് വ്യാപാരം, അല്ലെ, ഓപ്പിയം ട്രേഡ്, ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം, ബോക്സർ റെബല്യൻ, ബോക്സർ കലാപം, അതുപോലെ തന്നെ എന്താണ് ലോങ് മാർച്ച്, ഇതൊക്കെ ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരുന്ന പാറ്റേൺ അങ്ങനെയായിരുന്നു, ഏതൊക്കെ സംഭവ വികാസങ്ങൾ ഏത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇപ്പം പറഞ്ഞു പോയി എന്നുള്ളൂ. ഇതിന്റെ കാലഗണന ക്രമം വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ, ആദ്യം ഏതാണ് വന്നത് എന്നുള്ളതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഈ പറയുന്ന വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് 1911 ഡോക്ടർ സൻയാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം വരികയാണ്. ഓക്കെ. അപ്പോൾ ഇത് ചൈനയിലെ രാജവാഴ്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു അന്ത്യം കുറിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് എന്ത് സംഭവിച്ചു? സൻയാത് സെന്നിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണമാണ് സ്ഥാപിച്ചത്. കുമിങ്താങ് പാർട്ടിയാണ് അദ്ദേഹം സ്ഥാപിച്ച പാർട്ടി. ഓക്കെ. കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ സൻയാത് സെന്നിന്റെ മെയിൻ ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ദേശീയത, അതായത് മഞ്ചൂരിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നുള്ള ഒരു ഐഡിയ. ദെൻ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്.
പിന്നെ സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജി. അപ്പോൾ ദേശീയത, അതായത് നാഷണലിസം, ഡെമോക്രസി ജനാധിപത്യം, സോഷ്യലിസം NDS, ഇത് മൂന്നുമായിരുന്നു സൻയാത് സെന്നിന്റെ എന്താണ് മെയിൻ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ഇനി റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറുന്നതൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, മെയിൻലി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് 1921 അങ്ങനെയും കൂടെ ആലോചിക്കുക കേട്ടോ. ചൈനീസ് റിപ്പബ്ലിക് വന്നത് 1912 1921 അതായത് തിരിച്ചിട്ടാൽ എന്തായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത് ആ ഒരു സമയത്താണ്. സൻയാത് സെന്നിന്റെ മരണശേഷം ആരാണ് അധികാരത്തിൽ വന്നത്? ചിയാങ് കൈഷക്കാണ്. ഓക്കെ, ചിയാങ് കൈഷക്കാണ് വന്നത്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ഏകാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത്, ഒരു സൈനിക ഏകാധിപത്യ ഭരണം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഇതാണ്, ഓപ്ഷൻ C ആണ്. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വേറെ ഒരു 2 കാര്യങ്ങൾ. മെയ് 4th മൂവ്മെന്റ്. ഓക്കെ, മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാട്ടോ. ഞാൻ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയുന്നുള്ളൂ. മെയ് 4th മൂവ്മെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സംഭവം മാവോ സേ തുങ് രൂപം നൽകുകയുണ്ടായി. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോ സേ തുങ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റവല്യൂഷൻ പഠിക്കുമ്പോൾ നോക്കണം. ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യമാകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയതാണ്, അസോസിയേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ചോദ്യം, UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ 1945 ഒക്ടോബർ 24 നിലവിൽ വരുന്നത്. ആസ്ഥാനം ന്യൂയോർക്കാണ് കേട്ടോ. ന്യൂയോർക്കാണ് ആസ്ഥാനം. പക്ഷേ യൂറോപ്യൻ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആണ് ശരിക്കുള്ള ആസ്ഥാനം, യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായികേതര, അതായത് അതുമായിട്ട് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് എന്തെന്ന് പറയുന്നത് UN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. UNന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഏജൻസീസും ഇത് വെച്ചിട്ട് ഇന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്നാണ്. 193 ആണ്. ഓക്കെ, 193 ആണ്. ആരാണ് സെക്രട്ടറി ജനറൽ? അന്റോണിയോ ഗുട്ടറസ്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ UNന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്, അല്ലാത്ത ഏജൻസീസ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇത്രയും മെയിനായിട്ട് നോക്കിയാൽ മതി. ഒരു 10th ലെവലിൽ പറയുമ്പോൾ, ഒരു ഡിഗ്രി ലെവലിൽ പറയുമ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന്റെ അത്യാവശ്യം കാര്യങ്ങളൊന്ന് നോക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പോൾ എഗൻ ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണിത്. ഇതറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞെങ്കിൽ സന്യാത് സെന്നിന്റെ പ്രിൻസിപ്പിൾസ് അല്ലേ പറഞ്ഞത്, അതിന് ഇങ്ങനെ വിളിക്കൂ കേട്ടോ, സാൻ മിൻ ചൂയി എന്നാണ് കേട്ടോ ആ പ്രിൻസിപ്പിൾസിനെ പറയാം. ജസ്റ്റ് ഒന്ന് പറയാൻ വിട്ടുപോയി ഞാനത്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഓർഡറിൽ, ക്രൊണോളജിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ചൈനീസ് റെവല്യൂഷനിൽ ആദ്യം വരുന്ന സംഭവമാണ് ഈ പറയുന്ന കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. കറുപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പിയം. ഓക്കെ, അപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമാണ് മാഞ്ചു ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാഞ്ചു രാജവംശം. അപ്പോൾ ഈ പറയുന്ന വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും ഒക്കെ ഉള്ള ഒരു അനുകൂല നിലപാടാണ് ഈ പറയുന്ന ചൈനീസ് രാജവംശം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, മാഞ്ചു ഡൈനാസ്റ്റി ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെവല്യൂഷനുമായിട്ടെന്നല്ല, ചൈനീസ് ഭരണകൂടത്തിന്റെ ഇതിലുള്ളതാണ് ഈ ഒരു മാഞ്ചു ഡൈനാസ്റ്റി. ഏത് രാജ്യത്തെ ഇതിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബൂർബോൺ ഡൈനാസ്റ്റി. ഓക്കെ, ബൂർബോൺ രാജവംശം ഏത് രാജ്യത്തിന്റെ ഇതിലായിരുന്നു? അപ്പോൾ ഫ്രാൻസ് ആയിരുന്നു. ഇതുപോലെ സാർ ഡൈനാസ്റ്റി ഉണ്ട്, അത് റഷ്യയുടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജവംശങ്ങളുടെ പേര് സ്പെഷ്യലായിട്ട് നോക്കിക്കോളൂ, രാജാക്കന്മാരുടെ പേരുള്ളതും നോക്കിക്കോളൂ കേട്ടോ. കാരണം അങ്ങനെയുള്ളതൊക്കെ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കുറേയധികം കാര്യങ്ങൾ വേറെ ചോദിച്ചു കഴിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മൾ പറഞ്ഞു 1911 ചൈനീസ് വിപ്ലവത്തിലൂടെ മാഞ്ചു ഡൈനാസ്റ്റി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ മുൻപ് വരുന്നതാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്, ഓപ്പിയം വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ബിറ്റ്വീൻ ചൈന ആൻഡ് ബ്രിട്ടൻ. ഓക്കെ, ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു ഈ പറയുന്ന കറുപ്പ് യുദ്ധം. ഓക്കെ, അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ ഇതിന്റെ വർഷം നോക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിക്കോളൂ. 1839 മുതൽ 42 വരെയാണ് ഈ പറയുന്ന ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോങ്കോങ്. പിന്നീട്
1997 ഈ ഹോങ്കോങ് തിരികെ ചൈനയ്ക്ക് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പൊ ആ സമയത്ത് ബ്രിട്ടൻ പിടിച്ചിട്ട് 1997 തിരിച്ചു കിട്ടത്. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോങ്കോങ് പിടിച്ചെടുത്തത്? അപ്പൊ അത് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഇതിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. ഓക്കെ, നാങ്കിങ് ഉടമ്പടി പ്രകാരമാണ് അത് അവസാനിക്കുന്നത്. പക്ഷെ പിന്നീട് രണ്ടാം കറുപ്പ് യുദ്ധം അഥവാ സെക്കൻഡ് ഓപ്പിയം വാർ നടക്കുന്നുണ്ട്. അതിന്റെ വർഷം ഏകദേശം പറയുകയാണെങ്കിൽ 1856 മുതൽ 60 വരെയാണ് സെക്കൻഡ് ഓപ്പിയം. അപ്പൊ ആ ഒരു കാലഘടന ക്രമം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ഒരു ഉടമ്പടിയും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇത് പ്രഷർ ബെൽറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു SCRT ഭാഗം ഒന്ന് നമുക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ 10th സ്റ്റാൻഡേർഡിലെ SS2 പാർട്ട് 1 ടെക്സ്റ്റിലാണ് ഇതിലുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലാണ് കേട്ടോ, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച്, ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് പറയുന്നത്. ഈ ഒരു പാഠം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാം പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഓരോ ബെൽറ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഒരു പ്രഷർ ബെൽറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. അത് സെൻറ്ററിലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓൾട്ടർനേറ്റ് ആണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലോ പ്രഷർ ആണത്. അപ്പോൾ ബാക്കിയെല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് SCRT ക്ലാസ് എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനാണ് ഈ പറയുന്ന ഹോൾസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേര് വന്നത്. കുതിര അക്ഷാംശം, അതിന്റെ കാരണമൊക്കെ ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് SCRT ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. നെക്സ്റ്റ്, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് പെരിഹീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും അടുത്തടുത്തായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ക്ലാസ്സസിന്റെ ഇതിൽ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർക്കാൻ അപ്ഹീലിയൻ, അപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഉയരത്തിൽ നിന്നല്ല, അപ്പോൾ അത് നമ്മുടെ ഡിസ്റ്റൻസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്ഹീലിയൻ എന്ന് പറയുന്നത് ദൂരെ, സൂര്യനും ഭൂമിയും ദൂരെ നിൽക്കുന്ന അകലെയായിട്ട് വരുമ്പോഴുള്ള ഇതിനെ പറയുന്ന പേരാണ്. അല്ലാത്ത പക്ഷം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പെരിഹീലിയൻ ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു പാഠം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീസൺസുമായിട്ട് ബന്ധപ്പെട്ട് 10th സ്റ്റാൻഡേർഡിലെ തന്നെ SCRT ചാപ്റ്റർ 1 പറയുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ. അതിൻ്റെയും ചാപ്റ്റർ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനോട് പറയുന്നില്ല മെയിൻലി. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം, അതാണ് എന്ത്? ആർദ്രത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഈ പറയുന്ന പൊടിപടലങ്ങൾ, ജലബാഷ്പം, ആർദ്രത. ഇപ്പൊ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിന് പോലും ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആർദ്രത അളക്കുന്ന ഉപകരണം നമുക്ക് ഇംഗ്ലീഷിൽ അറിയാം അല്ലെ, ഹൈഗ്രോമീറ്റർ ആണ് ആർദ്രത, ഹ്യൂമിഡിറ്റി അളക്കുന്നത്. അപ്പോൾ അന്തരീക്ഷ ജലത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ഒബ്വിയസ്ലി ടെമ്പറേച്ചർ, ജലലഭ്യത, ദെൻ അന്തരീക്ഷ സ്ഥിതി, അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ ഒക്കെയാണ് ഹ്യൂമിഡിറ്റിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാനുള്ളതാണ് കണ്ടൻസേഷൻ, ഘനീകരണം. അതിന്റെ ഭാഗങ്ങളാണ് എന്ത്? ഈ പറയുന്ന തുഷാരം, ഡ്യൂ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. തുഷാരം, ഹിമം, ഫ്രോസ്റ്റ്, മൂടൽമഞ്ഞ്, ഫോഗ്, മേഘങ്ങൾ, ക്ലൗഡ് എന്നൊക്കെ പറയുന്നത് കണ്ടൻസേഷന്റെ ഭാഗമാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാം. കാരണം കണ്ടൻസേഷനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലാബ് അസിസ്റ്റന്റിന് ചോദിച്ചത്. ഇതുപോലെ പ്രസിപ്പിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ് വെച്ചും ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ആർദ്രതയായിട്ട് റിലേറ്റ് ചെയ്ത് ഇതാണ് പറയാനുള്ളത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ അടങ്ങിയിട്ടുള്ള ബാഷ്പത്തിന്റെ ഭാരമാണ് എന്ത്? കേവല ആർദ്രത എന്ന് പറയുന്നത്, അതായത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം, താപവ്യത്യാസം വരികയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ താപവ്യത്യാസം കൂടുതലാണ് വിചാരിക്കും. അപ്പോൾ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ഈ പറയുന്ന ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് കേട്ടോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. അപ്പോൾ ഈ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈദരാബാദാണ് കേട്ടോ. ഈ റിമോട്ട് സെൻസിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ വേരിയസ് സാറ്റലൈറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിക്കുന്നത് നല്ലതായിരിക്കും. ജിയോ സ്റ്റേഷനറി സെൻസിംഗ്രോണസ്. ദെൻ നെക്സ്റ്റ്, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് കാക്കനാട പുതുച്ചേരിയാണ്. 1 തൊട്ട് 5 വരെയുള്ളത് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ്, പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. ഇത് ആക്ച്വലി എന്താണ് ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ SCRT ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ,
നേരത്തെ പറഞ്ഞ 10th സ്റ്റാൻഡേർഡിലെ SS2-ന്റെ പാർട്ട് 1 ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണത്. ഇതിലാണ് അത് കാണാൻ പറ്റുന്നത് കേട്ടോ. നോക്കി, ഭൂമിയുടെ അച്ചുതണ്ടിന് പിക്ചർ വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ പറയുന്ന ഭൂമിയുടെ അച്ചുതണ്ട്, ഓക്കെ, അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ 66.5 ഡിഗ്രി ചെരിവുണ്ടെന്ന് നിങ്ങൾ മുൻപേ പഠിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ പരിക്രമണ തലം എന്ന് പറയുന്നത് ഇതാണ്. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ? റെവല്യൂഷൻ. ഭ്രമണം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. സ്വന്തം ആക്സിസിൽ ഭൂമി കറങ്ങുമ്പോഴാണ് അത് ഭ്രമണം, റൊട്ടേഷൻ എന്ന് പറയാം. മറ്റൊരു ഇതിനെ ചുറ്റി കറങ്ങുമ്പോഴാണ് അത് എന്താവുക? റെവല്യൂഷൻ, പരിക്രമണം. അപ്പോൾ സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് പരിക്രമണ തലം എന്ന് പറയുന്നത്. എർത്ത് നമുക്കറിയാം ഒരു എന്താണ് ഇതാണ് അതിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഇതിൽ വെച്ച് കറങ്ങണത് എങ്ങനെയാ? ഒരു ഇച്ചിരി ടിൽറ്റോട് കൂടിയാണ് കറങ്ങുന്നത്, അല്ലെ? ഒരു ഇച്ചിരി ചെരിവോട് കൂടിയാണ് കറങ്ങുന്നത്. അങ്ങനെ ഈ ഒരു പരിക്രമണ തലം വെച്ചിട്ട് ഭൂമിയുടെ ആ ഒരു ഇത് നോക്കുമ്പോൾ 66.5 ഡിഗ്രിയാണ് ആ ഒരു ചെരിവ് എന്ന് പറയുന്നത്. ഇനി ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയ, ലംബതലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലംബതലം വെച്ചിട്ട് നമ്മൾ ഭൂമിയുടെ ആ ഒരു ടിൽറ്റിങ്ങിന്റെ നോക്കുമ്പോൾ നമ്മുടെ നോക്കാം. ഇതാണ് ലംബതലം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഭൂമിയുടെ ആ ഒരു ഇത് ആക്സിസിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്, അച്ചുതണ്ടിന്റെ ആ ഒരു ഇത് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു. ഇനിയും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പരിക്രമണ തലത്തിൽ, അതായത് ആ ഒരു റെവല്യൂഷൻ ചെയ്യുന്നുണ്ടല്ലോ, സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചെരിവ് എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നിലനിർത്തും. യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചുറ്റുന്നത്. ഈ ചെരിവ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലംബതലം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെരിവുണ്ട്. ഇത് പരിക്രമണ തലം വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ചെരിവുണ്ട് ഭൂമിക്ക്. അപ്പോൾ ഈ ചെരിവ് എന്ന് പറയുന്നത് ഒരു പൊസിഷനിലും മാറുന്നില്ല. എങ്ങനെയൊക്കെ ചുറ്റി, സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റി വന്നാലും അവിടെ എന്ത് ചെയ്യുന്നില്ല? ഈ ചെരിവിന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇതിനെയാണ് പാരലലിസം ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയുന്നത്. ഈ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കുന്നുള്ളൂ. നമുക്കിനി കുറച്ച് കറണ്ട് അഫയറിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയറിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി കേട്ടോ. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായി മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ചത്. ഓക്കെ, സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായി മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ചത് ബീഹാറിലാണ്. ഓക്കെ, ബീഹാറിലാണ് ആരംഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത് ബോൾഗാട്ടിയിലാണ്. ഓക്കെ, ബോൾഗാട്ടി. മൂന്നാമത്തെ ഒരു കറണ്ട് അഫയർ ഫാക്ടർ, 2025 റാംസാർ സൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വാ തടാകം അത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, നാലാമത്തെ ഒരു കറണ്ട് അഫയർ ഫാക്ടർ, 2025 ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് പിങ്ക് ഇ റിക്ഷ എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. പിങ്ക് ഇ റിക്ഷ എന്ന് പറയുന്ന സംഭവം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അഞ്ചാമത്തെ ഒരു ഫാക്ടർ, ഈ വർഷം മഹാകുംഭമേളയൊക്കെ നടന്നല്ലോ. അപ്പോൾ മഹാകുംഭമേളയ്ക്ക് വരുന്ന ഭക്തർക്ക് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിൽ ഒരു ചാറ്റ് ബോട്ട് വികസിപ്പിക്കുകയുണ്ടായി. അത് കുംഭ് സഹായക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. ഓക്കെ, കുംഭ് സഹായക്. ആറാമത്തെ ഒരു ഫാക്ടർ, ഒഡീഷയിലെ ഒരു സംരക്ഷിത പ്രദേശം ഇന്ത്യയിലെ 107th നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒഡീഷയിലെ ഒരു സംരക്ഷിത പ്രദേശം ഇന്ത്യയിലെ 107th നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. അത് സിംലി പാലാണ്. സിംലി പാൽ. ഓക്കെ, സെവൻത് ഫാക്ടർ, 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടി നടന്നത് ദുബായിലാണ്. 2025 ലോക ഗവൺമെന്റ് ഉച്ചകോടി നടന്നത് ദുബായിലാണ്. എട്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, WHO ഈയിടെ മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് ജോർജിയയാണ്. ഓക്കെ, നയൻത് ഫാക്ടർ, അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് രാജ്യം ചൈനയാണ്. 10th ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, 2025 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ കിരീടം നേടിയ ലിവർപൂൾ ആണ് കേട്ടോ. ലിവർപൂളിനാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ കിരീടം നേടിയത്. സെക്കൻഡ് ടൈം ആണ് അവർക്ക് ഇത് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 10 ഫാക്ട്സ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നോക്കിയത്. ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു കൊടുത്തത്. നെക്സ്റ്റ് തൊട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടർന്ന് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.